ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് കിച്ചൺ വൈബ്സ്. ഇന്നത്തെ റെസിപ്പി ഒരു തോരൻ്റേതാണ്, വൻപയർ തോരൻ. വളരെ രുചിയോടെ എങ്ങനെ ഇത് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് വൻപയറാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. 6 മണിക്കൂർ കുതിർത്ത് വെച്ച ശേഷം പ്രഷർ കുക്കറിൽ 3 വിസിലിൽ വേവിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി 1 കപ്പ് തേങ്ങ ചിരവിയത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 ചുവന്നുള്ളി, 3 പച്ചമുളക്, 3 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില, 2 വലിയ വെളുത്തുള്ളി, ഇത്ര എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അരയ്ക്കണ്ട, നന്നായിട്ട് ഒതുക്കിയെടുത്താൽ മതി. ഇപ്പോൾ അരപ്പ് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി തോരൻ തയ്യാറാക്കാനായി തുടങ്ങാം. ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പം 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുക്കാം. വറവൊന്നായി വരുമ്പം ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. പയർ വേവിച്ചപ്പത്തെ കുറച്ച് വെള്ളം ഇതിലുണ്ട്. അധികമൊന്നുമില്ല, 1-2 ടേബിൾ സ്പൂൺ വെള്ളമേ ഉള്ളൂ. ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അരപ്പ് വേവാൻ അത്രയും മതിയാവും. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ അരപ്പൊന്ന് വെന്ത് കിട്ടണം. അതിനുവേണ്ടി മൂടി വെക്കാം. തുറന്നു നോക്കാം. ഇപ്പൊ അരപ്പെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തുറന്നു വെച്ച് ഇതിലുള്ള വെള്ളം വറ്റിച്ചെടുക്കാം. പയർ കറക്റ്റായിട്ട് നിങ്ങൾ വേവിച്ചെടുക്കാനായിട്ട് നോക്കണം. ഒരുപാട് വെന്ത് പോയാൽ ഇതുപോലെ നമുക്ക് ഇളക്കാനൊന്നും പറ്റത്തില്ല. പയർ മൊത്തത്തിൽ അങ്ങ് കുഴഞ്ഞു പോകും. ഇപ്പം വെള്ളമെല്ലാം വറ്റി പയർ നന്നായിട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഏറ്റവും അവസാനം വെളിച്ചെണ്ണ ചേർക്കുന്നത് തോരന് നല്ല മണവും രുചിയും കൊടുക്കും. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള വൻപയർ തോരൻ തയ്യാറായിട്ടുണ്ട്. നമ്മൾ എല്ലാവരും വീട്ടിൽ തോരൻ തയ്യാറാക്കുന്നവരാണ്. പക്ഷേ നിങ്ങൾ ഈ രീതിയിലല്ല ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.